അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയ പ്രധാനപ്പെട്ടൊരു വിഷയം, ഓരോ സമുദായത്തിനും ഓരോ ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മുൻകാലക്കാരാകുന്ന ഉമ്മത്തിന് അല്ലാഹു തആല പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിനും പരീക്ഷണങ്ങൾ അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു മഹാനായ കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ഇന്ന ലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ ഫിത്നത്തു ഉമ്മത്തി അൽ മാലു. എല്ലാ സമുദായത്തിനും ഓരോ ഫിത്നകളുണ്ട്, ഓരോ കുഴപ്പങ്ങൾ, ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എൻ്റെ സമുദായം അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്ന എന്നുള്ളത് ധനമായിരിക്കും, സമ്പത്തായിരിക്കും. സമ്പത്ത് ഏത് നിലക്ക് അദ്ദേഹം സമ്പാദിച്ചു കൊടുക്കുന്നു, ആ നൽകപ്പെട്ട സമ്പാദ്യം അത് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു, ഇതൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടെ ചിന്തിക്കാനും ശ്രദ്ധിക്കാനും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുന്നറിയിപ്പാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. സമ്പാദ്യം എങ്ങനെ സമ്പാദിക്കണം, അല്ലാഹു തആല നമുക്ക് ഹലാലാക്കിയ മാർഗത്തിലൂടെ കച്ചവടം ചെയ്ത്, കൃഷി ചെയ്ത്, ജോലികൾ ചെയ്ത്, ഇങ്ങനെ അധ്വാനിച്ചുണ്ടാകുന്ന സമ്പാദ്യം, അതിനപ്പുറം മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും മറ്റുള്ളവരുടെ ധനം അപഹരിച്ചും കൊള്ളയടിച്ചുമൊക്കെ ഉണ്ടാക്കുന്ന സമ്പാദ്യം അതൊരിക്കലും വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ആ രൂപത്തിൽ സമ്പാദിച്ചെടുത്ത സമ്പാദ്യം അതുകൊണ്ട് എത്ര തന്നെ ദാനം ചെയ്താലും സ്വതക്ക ചെയ്താലും ഒരിക്കലും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. ഇനി ഹലാലായ മാർഗത്തിൽ തന്നെ സമ്പാദിച്ച ഒരു വ്യക്തി അള്ളാഹു നൽകി ഈ വലിയ നിഅമത്ത് അത് ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ദൂർത്ത് വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന കാര്യമല്ലല്ലോ. അത് കല്യാണത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റേതൊരു ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും അമിതമായി ചെലവഴിച്ച് ദൂർത്തടിക്കുക എന്നുള്ളത് ഒരിക്കലും വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതിവിനിയോഗം ചെയ്യുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ സമ്പാദ്യം അത് നാം ആ നിഅമത്ത് അനുഭവിക്കലോടുകൂടെ തന്നെ അത് അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ തന്നെയായിരിക്കണം നാം അത് ഉപയോഗപ്പെടുത്തേണ്ടതും. സാധുക്കൾക്ക് സഹായങ്ങൾ നൽകി തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾ, ബന്ധപ്പെട്ടവർ, അതുപോലെ ദീനിയായ വിഷയങ്ങളിലൊക്കെ അല്ലാഹു എൻ്റെ അടുക്കൽ ഇത് സ്വീകരിക്കണം, അല്ലാഹു എന്നെ പ്രതിനിധിയാക്കി വെച്ചതാണ്, എൻ്റെ ആവശ്യം, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇത് മറ്റുള്ളവർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്ന നിലക്ക് കൃത്യമായി കണക്ക് നോക്കി അത് കാത്തു കൊടുക്കാനും സാധുക്കളായ ആളുകൾ കണ്ടെത്തിയവർക്ക് സ്വതക്ക ചെയ്യാനും ഇതിനൊക്കെ നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയെടുത്തെങ്കിൽ മാത്രമാണ് അല്ലാഹു നൽകിയ സമ്പാദ്യം കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിൽ നല്ല ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. സ്വർഗത്തിലെത്താൻ തന്നെ ഈ സമ്പാദ്യം ഹൈറായ നിലക്ക് റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് കാരണമായി തീരും. എന്നാൽ സമ്പാദ്യം കൊണ്ട് തന്നെ ദുനിയാവിലും നാളെ ആഖിറത്തിലും വളരെയധികം മോശപ്പെട്ടവനായി മാറാനും നരകത്തിൽ കടക്കാനും അത് കാരണമായി തീരുമെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. അല്ലാഹു നൽകിയ സമ്പത്ത് അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.